അപ്പൊ നമ്മുടെ നാട്ടിൽ ഓണാഘോഷം പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എവിടെ നോക്കിയാലും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെ ഉടുത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും മാത്രമേ കാണാനുള്ളൂ. കോളേജുകളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും എല്ലാം ഓണാഘോഷം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളിലും സ്കൂളിലും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് കാലമായിട്ട് വേറെ ലെവല് പരിപാടികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ റിച്ച് ആണ്, ഫുൾ കളർഫുൾ ആണ്. ഓരോ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ കോളേജിൽ പോകാൻ തോന്നും. അജാതി വൈബാണ്. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ നല്ല വിഷമത്തിലാണ്. കാരണം എല്ലാ വർഷവും ജോലി സ്ഥലത്തും കൂട്ടുകാരുടെ വീട്ടിലും ഒക്കെ ആയിട്ട് എനിക്ക് ഓണാഘോഷ സദ്യ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു പരിപാടിയും ഇല്ല. എല്ലാവരും വേറെ ലെവലായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് അതെല്ലാം കണ്ട് വെള്ളം മറിക്കേണ്ട അവസ്ഥയാണ്. എന്ത് ചെയ്യാനാണ്, ഓരോരോ വിധികൾ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് ഓണാഘോഷം പൊടി പൊടിക്കുകയാണ്. പെൺകുട്ടികൾ സെറ്റ് സാരി എടുത്ത് ഡാൻസ് കളിക്കുന്ന വീഡിയോകളൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന വീഡിയോകൾക്കൊക്കെ ഇപ്പൊ നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതേ സമയം മറ്റൊരാൾ എയറിൽ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം മുബിത്താത്തയാണ്. മുബിത്താത്തിന് ഓർമ്മയില്ലേ, മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ മുബീസ് പാരഡൈസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടി ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത താത്തല്ലേ, ആ താത്ത തന്നെ. അന്ന് ഏറി പോയതാണ് നമ്മളെ താത്ത. പിന്നെ അങ്ങോട്ട് ഏർന്ന് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഓണായിട്ട് ഓരോ മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന വീഡിയോകൾക്കെല്ലാം താഴെ താത്തനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില ഡാൻസ് വീഡിയോകളും അതിന് താഴെ വന്ന കമന്റുകളും നമുക്കൊന്ന് നോക്കി നോക്കാം. നല്ല സെറ്റ് പരിപാടിയില്ലേ. ഇനി ഇതിന് താഴെ മുബിത്താത്തിന് ട്രോളിംഗ് കൊണ്ടുള്ള ചില കമന്റുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. തത്തച്ചിക്ക് ഇന്ന് ഉറക്കമില്ലാത്ത രാവ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഊമ്പിച്ചല്ലോ നാഥ, എനിക്കിതൊന്നും കാണാൻ വയ്യേ, എന്റെ ഭഗവതിയെ, റബ്ബേ രോഗാവസാനം, റബ്ബേ ഇതൊക്കെ ഈ കാണുന്നത് ഈ ദീനിന് അപകടത്തിനാണ് മക്കളെ. ഇങ്ങനെ ഈ പ്രായത്തിൽ ഞാനും ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ തിരിച്ച് 6-ാം നൂറ്റാണ്ടിലെത്തി. ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലെത്തണം, അഡ്രസ്സ് തരൂ, ഞാൻ വരാം, ഉപദേശം തരാം. കമന്റ് ബോക്സ് മുഴുവൻ എത്താത്ത ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണില്ലേ. ഇതിനുമാണ് ഒരു ഭാഗ്യം. ഇപ്പൊ വന്ന് ഒരു മുസ്ലിം പെൺകുട്ടി എവിടെ ഡാൻസ് കളിച്ചാലും ഇതാണ് അവസ്ഥ. മുബിത്താത്തനെ മെൻഷൻ ചെയ്യാത്ത ഒരു ഒറ്റ വീഡിയോ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ചില വീഡിയോകളും കൂടി ഒന്ന് കണ്ടുനോക്കാം. എന്തായാലും പിള്ളേരിങ്ങനെ പൊളിച്ചെടുക്കാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് വീണ്ടും കോളേജിലേക്ക് പോകാൻ തോന്നുന്നത്. എന്തായാലും ഈ വീഡിയോക്ക് താഴെ മുബിത്താത്തയുടെ ട്രോൾ കൊണ്ടുള്ള ഇഷ്ടംപോലെ കമന്റുകൾ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ കാണിച്ച് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. പക്ഷെ മറ്റൊരു വിഭാഗം ചില കമന്റ്സ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട് അത് കണ്ടപ്പോൾ 2 പറയണമെന്ന് തോന്നി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ മനുഷ്യൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇതാണ് യഥാർത്ഥ നവോത്ഥാനം. ഇദ്ദേഹത്തിന്റെ അഹോരാത്ര പ്രയത്നമാണ് കേരളത്തിൽ ഇസ്ലാമിൽ ഈ മാറ്റം കൊണ്ടുവന്നത്. ഇസ്ലാം മറ്റു മതസ്ഥരുമായി ഇടകലർന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മുബി ഇന്ന് പറയുന്ന കാരണമാണ് ഇപ്രാവശ്യം ഇത്രയും ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ഡാൻസ് കളിച്ച് മുന്നോട്ട് വരുന്നത്. ഇതിനൊക്കെ ക്രെഡിറ്റ് മുബിത്താത്തക്കാണ്. അവർ കാരണം എത്ര കലാകാരികളെ കാണാൻ പറ്റി. ഈ വർഷത്തെ ഓണത്താത്തമാർ കൊണ്ടുപോയി. ഇങ്ങനെ പൊളിക്ക് സഹോദരങ്ങളെ, എന്ത് മതം എന്ത് ജാതി, ആസ്വദിക്കാൻ കുറച്ച് നിമിഷം ഈ ഭൂമിയിലുള്ളൂ. കളിക്ക് മക്കളെ, ഓണം കേരളത്തിന്റെ ദേശീയ ഫെസ്റ്റിവലാണ്. നോ റിലീജിയസ് ബേർഡ്സ്. പൊളിച്ചു മക്കളെ, ഇതിൽ ജാതിയും മതവും ഒന്നും നോക്കണ്ട, നമ്മുടെ കുട്ടികൾ ആഘോഷിക്കട്ടെ. ഹാരിഫ് ഹുസൈൻ, കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിങ്ങളൊരു നവോത്ഥാന നായകനായി അറിയപ്പെടും. അതിലുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചേച്ചിമാർ മൊത്തത്തിൽ താത്തമാർ മൂലക്കിരുത്തി ഓണം ആഘോഷിച്ചു. ഇങ്ങനെ ഈ ഓണം നമ്മുടെ മുസ്ലിം താത്തമാർ തൂക്കി. സംഘികൾ ഇതൊക്കെ എങ്ങനെ സഹിക്കും? ഇത്തവണ ഓണം മൊഞ്ചത്തികൾ തൂക്കി. എല്ലാത്തിനും കാരണം സ്വർഗം താത്തയാണ്. കണ്ടല്ലോ, ഇത്തരത്തിലുള്ള കമന്റ്സ് കണ്ടാൽ തോന്നും ആദ്യമായിട്ടാണ് ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നത്. ഹിജാബിട്ട് ഡാൻസ് കളിച്ച പെൺകുട്ടിക്കെതിരെ മുബിത്താത്ത വീഡിയോ ചെയ്തത് കൊണ്ടാണ് ഇത്തവണ മുസ്ലിം പെൺകുട്ടികൾ ഇത്രയും ഡാൻസ് കളിച്ചത് എന്നൊക്കെ ആരോ പറയുന്നത് കണ്ടു. അതുപോലെ തന്നെ യുക്തിവാദിയായിട്ടുള്ള ഹാരിഫ് ഹുസൈന്റെ നവോത്ഥാന കാരണമാണ് മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കാനും ഡാൻസ് കളിക്കാനും ഇറങ്ങിയത് എന്നൊക്കെ പലരും പറയുന്നത് കണ്ടു. അതുപോലെ തന്നെ ഇത് മതസൗഹാർദ്ദമാണ്. ഇത്തവണ ഓണം താത്തമാർ തൂക്കി, സംഖ്യകൾക്ക് തിരിച്ചടിയായി എന്നൊക്കെയുള്ള രീതിയിലുള്ള പല കമന്റുകളും വന്നിട്ടുണ്ട്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടെ ആദ്യമായിട്ടാണ് മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. ഇതൊക്കെ ഇവിടെ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയല്ലേ. പരിപാടികൾക്ക് ഇത്ര കളർഫുൾ ആകാൻ തുടങ്ങിയിട്ട് അധിക കാലം ഒന്നും ആയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ കടന്നു വരവോട് കൂടിയാണ് ഇങ്ങനെ കളർഫുൾ ആയി പരിപാടികൾ ആഘോഷിക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങിയതും ഒക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയും മുമ്പ് ഇവിടെ കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഓണം ആഘോഷിക്കാറുണ്ടായിരുന്നു. മുസ്ലിം എന്നോ ഹിന്ദു എന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണപ്പൂക്കളം ഇടാറുണ്ടായിരുന്നു, സദ്യ കഴിക്കാറുണ്ടായിരുന്നു, ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നേക്കാൾ മുതിർന്ന ആളുകൾ സ്കൂളിൽ പഠിച്ച കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഇത്ര അത്ഭുതവും ആവേശവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുബിത്താത്ത വീഡിയോ ചെയ്തത് കൊണ്ടാണ്, ഹാരിഫ് ഹുസൈൻ അണ്ടി കൊണ്ടാണെന്നൊക്കെ പറയുന്നവരൊന്നും ഇത്രയും കാലം ഈ നാട്ടിലൊന്നല്ലായിരുന്നു ജീവിച്ചിരുന്നത്. അല്ലെങ്കിലും എനിക്ക് ഏറ്റവും വെറുപ്പുള്ള പരിപാടിയാണ് ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ ഹിന്ദു ആചാരവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയോ സഹായിക്കുകയോ ചെയ്താൽ അതപ്പം മതസൗഹാർദ്ദമായിട്ട് ചിത്രീകരിക്കും, അതെന്തോ വലിയ സംഭവമാക്കി കാണിക്കും. അതുപോലെ തന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തി നബിദിന പരിപാടിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നബിദിന റാലിയിൽ വെള്ളം കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ കണ്ടോ ഇതാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പൊക്കി പിടിച്ചു വരും. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത് മതസൗഹാർദ്ദമൊന്നുമല്ല, ഇത് വെറും സൗഹാർദ്ദം മാത്രമാണ്. ഇതിലേക്കൊക്കെ മതം കൊണ്ടുവരുന്ന എന്തിനാണ്? ഇങ്ങനെയാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇത് മതസൗഹാർദ്ദമാണെന്ന് പറഞ്ഞ് സംഭവമാക്കി വരുന്നിടത്താണ് സത്യം പറഞ്ഞാൽ പ്രശ്നം. ഇതൊന്നും ഇപ്പൊ നോർമൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല നമുക്ക്. ഈ പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നത് കണ്ട് ഇതിനെ വലിയ സംഭവമാക്കി കമന്റ് ഇടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇതൊക്കെയാണ് ഓർമ്മ വന്നത്. ഇതൊന്നും അപ്പൊ നോർമൽ അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു. സംഭവം ശരിയാണ്, എല്ലാ കാലത്തും എതിർ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഓണ സദ്യ കഴിക്കരുത് എന്ന് വരെ പറഞ്ഞിരുന്ന ഉസ്താദുമാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അവരൊക്കെ അർഹിച്ച പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് 4 മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് കണ്ട് ഇത് മതസൗഹാർദ്ദത്തിന് അണ്ടിയാണ്, ഹാരിഫ് ഹുസൈന്റെ ഒലത്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് മുസ്ലിങ്ങളെ അപമാനിക്കരുതെന്ന് എനിക്ക് പറയാനുണ്ട്. എന്തായാലും നമുക്ക് മുബിത്താത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന സകലമാന വീഡിയോകളും താത്ത ഇങ്ങനെ ഏറി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് താത്തക്ക് എന്താണ് പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഒന്ന് കയറി നോക്കി. അല്ല, ഇത്രയും കമന്റുകൾ വരുന്നതല്ലേ, താത്തക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത് സത്യത്തിൽ അറിയണമല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. താത്ത നമ്മുടെ ബോധിധർമ്മനെ വരെ തോൽപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സഹനത്തിന്റെയും ക്ഷമയുടെയും പാതയിലാണ് താത്ത. ഇവിടെ പുറത്ത് ഇത്രയും കോലാഹലങ്ങളൊന്നും നടക്കുന്നത് അറിഞ്ഞ മട്ടേയില്ല താത്താക്ക്. ഇതേ സമയം താത്ത ചെയ്യുന്ന വീഡിയോകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണണ്ടേ? ബാ കണ്ടോക്കാം. ബെസ്റ്റ് റിവെഞ്ച് എന്താണെന്നറിയോ? സ്റ്റോപ്പ് റിയാക്ടിങ്. നിന്നെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോ? ഡോണ്ട് റിയാക്ട്. നിന്നെ കളിയാക്കുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ മോശമാക്കുന്നുണ്ടല്ലേ? ഡോണ്ട് റിയാക്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിന്നാൽ യു ബിക്കം വീക്ക് ആൻഡ് ദേ ബിക്കം സ്ട്രോങ്. ലെറ്റ് ദം സ്പീക്ക്, ലെറ്റ് ദം ജഡ്ജ് യു. അവര് നിന്നെ വീഴ്ത്താൻ എറിയുന്ന ഓരോ കല്ലുകളും സൂക്ഷിച്ച് വെക്കുക. ആൻഡ് ബിൽഡ് എ സ്ട്രോങ് പാത്ത് ഫോർ യുവർ സക്സസ്. ഡോണ്ട് വേസ്റ്റ് യുവർ എനർജി ഫോർ യൂസ്ലെസ് പീപ്പിൾ. യൂസ് ഇറ്റ് ഫോർ യുവർ സക്സസ്. അല്ല, താത്ത ഒരു സംഭവം തന്നെ. സ്റ്റോപ്പ് റിയാക്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് താത്താന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോൾ ഫുൾ റിയാക്ഷൻ വീഡിയോസ് തന്നെ. അതാണ് കോമഡി. മറ്റേ തട്ടമിട്ട് ഡാൻസ് കളിച്ച പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ താത്ത കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്താണ് താത്ത, ഡയലോഗടി മാത്രമേ ഉള്ളൂ അല്ലേ? എന്തായാലും അടുത്ത വീഡിയോ നോക്കാം. അല്ല, നീ എന്താ ചെയ്യുന്നേ? ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഇങ്ങനെയാണോ ഇസ്തിഗ്ഫാർ ചെയ്യുന്നേ? എന്താണ് ഇസ്തിഗ്ഫാർ? എങ്ങനെ ചെയ്യണം നോക്കിയാലോ. നമ്മൾ മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലേ. അതോർത്ത് വിഷമിച്ചിരിക്കാതെ തെറ്റ് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക, തൗബ ചെയ്യുക. ഹൃദയത്തിൽ തൊട്ട് പതിയെ ഇസ്തിഗ്ഫാർ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാം അറിയുന്ന റബ്ബേ, എനിക്ക് പാപം മോചനം നൽകണമേ എന്ന് എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം മിനിമം 3 തവണ, എത്ര തവണ വേണമെങ്കിലും പറയാം. 1000-ഓ 10,000-ഓ പറയാം. നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസവും ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെറ്റ് മനസ്സിലാക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിലേക്ക് ഒരിക്കലും പോകരുത്. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത തെറ്റുകൾ റബ്ബ് പുറത്തു വരട്ടെ. തെറ്റുകളിൽ നിന്നും നമ്മളെ വഴിമാറ്റി നന്മയിലേക്ക് നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താത്ത പുതിയ പാതയിലാണ്. താത്ത പണ്ട് ചെയ്ത തെറ്റുകളൊക്കെ ഓർത്തിപ്പോ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. പക്ഷെ എനിക്ക് താത്തനോട് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പഠിച്ചതിന്റെ വഴി സ്വീകരിച്ചോളി, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോസും ചെയ്തോളി, അതിനും ഒരു പ്രശ്നമില്ല. പക്ഷെ അത് വെച്ച് മറ്റുള്ളവരെ അപമാനിക്കാനും വെറുപ്പിക്കാനും നിൽക്കരുത്. അത്രേ തൽക്കാലം ഇവിടെ പറയുന്നുള്ളൂ. അതവിടെ നിൽക്കട്ടെ എന്തായാലും. ഇനി ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുപ്പിത്താത്ത കൊടുത്തൊരു മറുപടിയും ഉണ്ട്. അതൊന്ന് ഞാൻ വായിച്ചുതരാം. ഈ 2 ആഴ്ച ഇൻസ്റ്റാഗ്രാം തുറക്കേണ്ട താത്തേ, അമ്മാതിരി ഡാൻസാണ് കുട്ടികൾ ഓണത്തിന് കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിന് മുപ്പിത്താത്ത കൊടുത്ത മറുപടി വെക്കി, അവർ കളിച്ചാൽ എനിക്കെന്ത്, ഞാൻ പറയാനുള്ളത് പറഞ്ഞ് കിട്ടാനുള്ളത് കൈയോടെ അവർ മേടിച്ചോളൂ. എന്താണ് താത്ത നിങ്ങൾ ഇങ്ങനെ പറയണത്? നിങ്ങൾ പ്രതികരിക്കുക. എത്രമാനം പെൺകുട്ടികളാണെന്ന് അറിയാം തട്ടിട്ടുകൊണ്ട് കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? ഒരു 10 മിനിറ്റ് വീഡിയോ എങ്കിലും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇതിനെതിരെയൊക്കെ ശക്തമായി പ്രതികരിക്കണ്ടേ? ആ കുട്ടികൾക്ക് നേരായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുക താത്ത. അറിവില്ലാത്ത കുട്ടികളാണ്, അവരെ നരകത്തിലെ വിറകുകൊള്ളികളാകാൻ അനുവദിക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റും താത്ത, കമോൺ. എന്നാലും ഇത്ര പെട്ടെന്ന് താത്ത പേടിച്ച് പിന്മാറുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. 4 വിമർശനവും ട്രോളും വന്നപ്പോഴേക്കും താത്താന്റെ വെടി തീർന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇനി നമുക്ക് താത്താന്റെ അടുത്ത വീഡിയോ നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഇട്ട് നോക്കാം. നല്ല പെയിൻ ഉണ്ട്, കംഫർട്ടബിളും അല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. സോ വാട്ട്? എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും ഇഫ് ഇറ്റ് ഹേർട്സ് യു,
ഡസൻറ്റ് ഡിസേർവ് എ പ്ലേസ് ഇൻ യുവർ ലൈഫ്. എത്ര പെയിൻ ഉണ്ടെങ്കിലും ജസ്റ്റ് റിമൂവ് ഇറ്റ്. പകരം ഇതാ സിമ്പിളാണ്, കാണാൻ ഭംഗിയുമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് കംഫർട്ട് തരുന്നതും നമുക്ക് സമാധാനവും ഹാപ്പിനെസ് നൽകുന്നതുമായിരിക്കണം. ഡസൻറ്റ് മാറ്റർ ഹൗ ഇറ്റ് ലുക്സ്. ദിസ് ഈസ് ബെറ്റർ ഫോർ യു. സ്റ്റേ ഹാപ്പി. അതെ, കറക്റ്റ് ഉപദേശമാണ് താത്ത നൽകിയത്. നമുക്ക് എന്താണ് കംഫർട്ട് അത് നമ്മൾ തിരഞ്ഞെടുക്കുക, അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവർക്ക് കംഫർട്ട് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അതിലൂടെ മുന്നോട്ട് പോകുന്നു. താത്തക്ക് ഇപ്പൊ കംഫർട്ട് ആയി തോന്നുന്നത് മതവും അതിന്റെ പ്രചാരണവുമാണ്. സോ താത്ത അത് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ആ ഡാൻസ് കളിച്ച പെൺകുട്ടിക്ക് കംഫർട്ട് ആയി തോന്നിയത് ആ പെൺകുട്ടി ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ മോതിരത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് താത്ത പറഞ്ഞത് ഭംഗിയുണ്ട് പക്ഷെ വേദന ഉണ്ട്, അതുകൊണ്ട് ദൂരി കളയാനല്ലേ. പക്ഷെ ഭംഗിയുണ്ട് എന്നാൽ കംഫർട്ട് ആണെങ്കിൽ അത് പിന്നെ ഊരിക്കളയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ താത്ത. പിന്നെ മോതിരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അല്ല താത്ത എത്രമാത്രം മോതിരങ്ങളാണ് നിങ്ങളെ കയ്യിൽ. ഇങ്ങനെ അന്യ പുരുഷന്മാർ കാണുന്ന വീഡിയോയിൽ അവരെ ആകർഷിക്കുന്ന തരത്തിൽ 5-6 മോതിരമൊക്കെ ഇട്ട് വരുന്നത് ശരിയാണ് താത്ത? അല്ല എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു തരും. എന്തായാലും ഒരു വീഡിയോയും കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊക്കെ എന്ത് പ്രശ്നമാണ് താത്ത? ChatGPT-നോടൊക്കെ ചോദിച്ചിട്ടാണ് സ്കരിക്കുന്നത്? ഇതാണ് നിങ്ങളെ വിശ്വാസം? പഠിച്ചോ നിങ്ങളെ രക്ഷിക്കുമെന്ന് ChatGPT പറഞ്ഞിട്ട് വേണം അറിയാൻ. അപ്പൊ അത്രയ്ക്ക് ഉറപ്പുള്ളില്ല നിങ്ങളെ വിശ്വാസത്തിന്? എനിക്കിത് കണ്ടപ്പോൾ മറ്റേ ആസ്ട്രോടോക്കിനാണ് ഓർമ്മ വന്നത്. ആസ്ട്രോടോക്കിനോട് ചോദിക്കുന്ന പോലെയാണ് താത്ത ChatGPT-നോട് ചോദിക്കുന്നത്. എന്നിട്ട് ക്യാമറക്ക് മുന്നിൽ നിസ്കരിക്കുന്ന പോലെ ആക്ഷനും കാണിക്കുന്നു. വല്ലാത്തൊരു ജാതിഷ്ട. ഇതൊരുമാതിരി മതത്തെ കളിയാക്കുന്ന പോലെ ആയിപ്പോയി. ആശാന് പിന്നെ അടുപ്പിലാവാലോ അല്ലെ, എല്ലാം ഒരു കണ്ടന്റ്, അത്രേ ഉള്ളൂ. താത്ത മതത്തിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അതിൽ കൂടുതലൊന്നും ഇല്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഓണം പൊടി പൊടിക്കട്ടെ. പിന്നെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.